ഹലോ ഡിയേഴ്സ്, എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഞാനിവിടെ സുഖമായിരിക്കണം. ഞാനിന്ന് പ്രാതർ സ്റ്റാൻഡിൽ വീണയിലുള്ള പ്രാതർ സ്റ്റാൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒന്ന് ഒരു വാക്കിംഗ് വന്നതാണ്. അപ്പോൾ അത് നിങ്ങളായിട്ട് കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ വീട്ടിൽ കുറച്ച് ഗാർഡൻ അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല കാലാവസ്ഥയാണ്, നടക്കാനൊക്കെ നല്ല കാലാവസ്ഥയാണ്. 10-12 ഡിഗ്രിയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ വാക്കിങ്ങും പോകാം, നിങ്ങളായിട്ടെല്ലാം ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, വീഡിയോയിൽ പോകാം. ഉണ്ടോ, വീണയിൽ പ്രാതിഷ്ഠ എന്ന് പറഞ്ഞ സ്ഥലമാണത്. എൻ്റെ ഉള്ളിലുള്ള ഒരു ചെറിയ ഷോപ്പിംഗ് കടകളും മാളും, പിന്നെ ഇതാണ് ട്രെയിൻ സ്റ്റേഷൻ. ട്രെയിൻ ടിക്കറ്റ്സൊക്കെ കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ ഇത്. പിന്നെ അതായത് ഔട്ട്സൈഡിൽ ഇവിടെ നിന്ന് നമുക്ക് വീണയുടെ പുറത്തൊക്കെ പോകാൻ പറ്റും. അതിനുള്ള ട്രെയിൻ ടിക്കറ്റ്സൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. ഇതിവിടെ ഇതുപോലെ മോണിറ്റേഴ്സ് ഉണ്ട്, എവിടെ എപ്പോൾ ഏത് ട്രെയിനാണ് കിട്ടുക എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഈ കട ബില്ല എന്ന് പറഞ്ഞ കട 24 hours തുറന്നിട്ടുണ്ടാവും കേട്ടോ. മൺഡേ ടു സൺഡേ 24 hours, നോ റെസ്റ്റ് ഇല്ലാത്ത. ഇങ്ങനെ ഒരു നല്ല സൗകര്യമുണ്ട് ഇങ്ങനെ. അത് കാരണം ജോലിക്കൊക്കെ പോകണവർ പെട്ടെന്ന് എന്താ പറയുക, ഷോപ്പിങ്ങൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ എളുപ്പമുണ്ട് ഇങ്ങനെയൊക്കെ പോകുമ്പോൾ. ഇത് 24 hours ഓപ്പൺ ആയത് കാരണം നമുക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് സൂപ്പർ മാർക്കറ്റാണ്. അതാണ് വീണ റീസെൻ്റ് റാഡ്. എത്രയോ വർഷങ്ങൾ, 100 വർഷത്തിൻ്റെ മുകളിൽ പഴക്കമുള്ള റീസെൻ്റ് റാഡാണ്. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറിയിരുന്ന് നമുക്ക് വീണ മൊത്തം കാണാൻ പറ്റും. പിന്നെ ഇപ്പോൾ അതിലൊരു ഈവനിങ് ഇങ്ങനെ എല്ലാവർക്കും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കാനും, അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കയറിയിരുന്ന് നമുക്കിങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് വീണ മൊത്തം ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. സ്ലോ ആയിട്ട് കറങ്ങും. അപ്പോൾ അതങ്ങനെ കറങ്ങി നമുക്ക് വീണ മൊത്തം കാണാൻ പറ്റും. ഒത്തിരി പഴക്കമുള്ളതാട്ടോ. വീണയിൽ വന്നാൽ കാണേണ്ട ഒരു സ്ഥലമാണിത്. ഇത് 2ാമത്തെ ഡിസ്ട്രിക്റ്റിലുള്ള വീൺ പ്രാതിഷ്ഠ. ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് ഇതൊക്കെ അറിയാം. കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടി ഇടണമെന്നേ ഉള്ളൂ കേട്ടോ. ഞാനൊരു വാക്കിംഗ് വന്നു, അപ്പോൾ അത് നിങ്ങളായിട്ടും കൂടി ഷെയർ ചെയ്യണം. ഇവിടുന്ന് കണ്ടോ സൈറ്റ് സീയിങ് ബസ്സൊക്കെ വരുന്നുണ്ട്. വീണ മുഴുവൻ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വീണ സൈറ്റ് സീയിങ്. ഞാനിപ്പോൾ പ്രാതർ ഹൗപ്റ്റലിയിൽ വന്നിട്ടുണ്ട്. ഇതാണ് നടക്കാൻ പറ്റുന്ന ബെസ്റ്റ് ഏരിയ. നടക്കാനും ആൾക്കാരിങ്ങനെ, ഇന്നിപ്പോൾ വർക്കിംഗ് ഡേ ആയത് കാരണം അധികം ആൾക്കാരില്ല. പക്ഷേ നോർമലി ഇങ്ങനെ ജോഗിങ്, സൈക്ലിങ് ഇങ്ങനെയൊക്കെ പോകാനൊക്കെ ആയിട്ട് ആൾക്കാർക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഫ്രീ ആയിട്ടുള്ള അതിനായിട്ടുള്ള വിട്ടിരിക്കുന്ന ഒരു റോഡാണിത്. ഇവിടെ അധികം ഈ സൈഡിൽ ട്രാഫിക്കൊന്നും വരില്ല. അപ്പോൾ പബ്ലിക്കിന് ഇങ്ങനെ ജോഗിങ് ചെയ്യാം, സൈക്ലിംഗ് പോകാം, അങ്ങനെ കുറേ കാര്യങ്ങൾ എക്സസൈസ് ചെയ്യാം. അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. നല്ല രസമുണ്ടല്ലേ, സോ കാം. ഇതുപോലൊക്കെ Я ему уже за сутки не побачить, уже не все. സോ റിലാക്സ് ചെയ്യാനിങ്ങനെ നടന്ന് നമുക്ക് ബോഡിക്ക് നല്ലതാണ്, ബോഡിക്ക് മൈൻഡിനൊക്കെ ഒത്തിരി നല്ലതാണ്. ഇങ്ങനെ റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം. അതുകൊണ്ടോ കുട്ടീനെ ഇരുത്തിയിട്ട് ഓടുന്ന ഒരാൾ.
ആസ് യൂഷ്വൽ പറഞ്ഞ പോലെ ഇന്നിപ്പോൾ വർക്കിംഗ് ഡേ ആയത് കാരണം അത്രയും റഷ് ഇല്ല കേട്ടോ. അല്ലെങ്കിൽ ഒത്തിരി റഷായിരിക്കും. ആൾക്കാരെല്ലാവരും ഇവിടെ മോസ്റ്റ്ലി ഇവിടെ വരും ഇങ്ങനെ എക്സസൈസ് ചെയ്യാൻ, റിലാക്സ് ചെയ്യാൻ കേട്ട്. പൂക്കളൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. അത്യാവശ്യം ചൂടുമുണ്ട്. പ്രായൻ്റെ എന്തേലും കൂടെ ഇങ്ങനെ വാക്കിംഗ് ഒക്കെ പോകണമില്ലേ, ഇങ്ങനെ വീട്ടിൽ ഇരിക്കാണ്ട് സ്റ്റിക്ക് എടുക്കുക പോവുക. ഈ മരങ്ങളൊക്കെ എന്ത് ഭംഗിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നല്ലേ. ഒക്കെ ഇവിടുത്തെ ഗവൺമെൻറ് ചെയ്യുന്നതാണ്, ഗാർഡനിങ് ആൾക്കാർ. ഒരു ചെറിയ റെസ്റ്റോറൻ്റ് ഉണ്ട്, വേണമെന്നുണ്ടെങ്കിൽ ഇരുന്ന് കഴിക്കാൻ. പ്രാവ് ഉണ്ടോ? അതിൻ്റെ ഇടയ്ക്ക് ഒരു പട്ടിയും കൊണ്ട് പച്ച നടക്കാൻ പോകണം ആൾക്കാർ. രസമല്ലേ? എൻ്റെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. പ്രാക്കളുടെ പീജൻസിൻ്റെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൾക്കാർക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന ഇതും കൂടെ ഇവിടെ കെട്ടി കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ടല്ലേ. അയ്യോ, എത്ര ഹൈറ്റിലൊരു മരം ഞാൻ കാണിച്ചു തരാം. നല്ല പൊക്കത്തിൽ മരങ്ങൾ. ക്വാക്ക് ഏതായാലും പറയുന്നുണ്ട്. ഹലോ, എങ്ങോട്ടാണ്? എന്ത് സുഖമാണല്ലേ
കുറച്ച് വെയിൽ കൊള്ളണമെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഹോളുണ്ട്, ആ ഹോളിൽ കൂടെ വരുന്നു. പിന്നെ അതാ സ്വിമ്മിങ് പോകണമെന്നുണ്ടെങ്കിൽ ഇതേ കയറി. അവിടെ പറഞ്ഞാൽ എപ്പോഴും വെയിൽ കൊള്ളുന്നുണ്ട്. എന്നിട്ട് അവിടെ ആ മരങ്ങളുടെ ഇടയ്ക്ക് ഒരു ചെറിയ പഴുത് കാണുന്നില്ലേ, ആ പഴുതിൻ്റെ ഉള്ളിൽ പോയിട്ട് അങ്ങനെ വെള്ളത്തിൻ്റെ ഉള്ളിൽ കയറുക. എന്ത് സ്മാർട്ടാണല്ലേ. പിന്നെ കാട്ടുപൂക്കൾ ഇതൊക്കെ. ഡിഫറെൻറ്റ് പൂക്കൾ കാണാൻ എന്ത് ഭംഗിയല്ല. കുഞ്ഞു കുഞ്ഞു പൂക്കളാട്ടോ, കണ്ടോ, നല്ല ഭംഗിയില്ലേ. സൂപ്പറല്ലേ. നമ്മുടെ റോഡ് റൂൾസ് കണ്ടോ, ഈ സൈഡിലൊക്കെ സൈക്കിളേ വരാൻ പാടുള്ളൂ. അപ്പുറത്ത് മനുഷ്യർ വരച്ച് വെച്ചിട്ടില്ലേ, അവിടെയാണ് മനുഷ്യർക്ക് നടന്നു പോകാൻ പാടുള്ളൂ. ഇതൊക്കെ മസ്റ്റാണ് ഇവിടെ. വഴി കൂടെ പോകാൻ പാടുള്ളൂ. വാണ്ടൻ എന്ന് പറഞ്ഞാൽ നടക്കുക. വാണ്ടൻ ഇൻ വീൻ. ഏത് വഴിക്ക് കൂടിയാണ് ഇവിടെ പ്രാത്തറിൽ വന്നു കഴിഞ്ഞാൽ നടക്കാൻ പറ്റുന്ന വഴികളെന്ന് കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പ്രത്യേക തരം കാക്കയെ കണ്ടു. എൻ്റെ കഴുത്ത് കണ്ടോ, താറാവിനെ പോലെ ഉണ്ട് കഴുത്ത്. ഇപ്പോഴത്തെ ഒരു സ്വീറ്റ് പ്രാവ് നടക്കട്ടെ. ഇത് നിറം സൂപ്പറല്ലേ, ബ്രൗൺ ആൻഡ് വൈറ്റ്. ആ സൈഡ് മൊത്തം നടക്കാനും ഇങ്ങനെ സൈക്ലിങ്ങും ജോഗിങ്ങും ഒക്കെ പോയി റിലാക്സ് ചെയ്യാനുള്ള സ്ഥലമാണ്. ഇപ്പുറത്ത് പ്രാത്തർ റേഞ്ച് ബസ് എത്തി. ഇപ്പുറത്ത് മൊത്തം കളികളാണ് കേട്ടോ. മ്യൂസിക് കേൾക്കുന്നുണ്ടോ, അതാണ് വാൾസർ, മോത്സാർട്ടിൻ്റെ ഫേമസ് മ്യൂസിക്. അത് ഫേമസ് മോത്സാർട്ടിൻ്റെ മ്യൂസിക്കാണ്. ഇതുപോലത്തെ കളികളാണ് ഇവിടെ. ഇപ്പോൾ സമ്മർ തുടങ്ങിയിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ അധികം റഷൊന്നുമില്ല. ഇവിടെ കാണിക്കുന്നുണ്ട് ഇവിടെ എന്തൊക്കെയാണ് കളികളുള്ളതെന്ന് പറഞ്ഞിട്ട്. ഇതൊന്നും ഇനി തുടങ്ങിയിട്ടില്ല കേട്ടോ, അല്ല സമ്മർ ആയി വരുന്നല്ലേ ഉള്ളൂ. പക്ഷെ ഇതൊക്കെ ഉണ്ടെന്ന് ഇവിടെ കാണിക്കുന്നു മോണിറ്ററിൽ. കാണില്ലേ, അപ്പോൾ ഇതുപോലെ കളികൾ കുറേ ഉണ്ട്. പക്ഷേ ഇതായത് കാരണം ഇപ്പോൾ ഇവിടെ സ്പ്രിങ് ക്ലൈമറ്റ് ആയിട്ടല്ലേ ഉള്ളൂ, 10-12 degrees ഒക്കെ ഉള്ളൂ. സമ്മറിൽ ഉണ്ടാവുന്ന കളികളാണ് ഇതൊക്കെ. ഇപ്പോൾ എല്ലാം
ഇപ്പോഴും അധികം കുറച്ച് ആൾക്കാർ ഇങ്ങനെ വന്ന് കളിക്കുന്നുണ്ട്, ഒരുപാടൊന്നുമില്ല. വിത്ത് ഫോൾ ഗാസിൻ്റെ സമ്മർ സീസണിന് സമ്മറിൽ ഉള്ള കളികൾ. അവിടെ പിന്നിൽ കാണില്ലേ, അതാണ് ഓസ്ട്രിയയുടെ ഫ്ലാഗ്, റെഡ് കളർ ഫ്ലാഗ്. റെഡ് ആൻഡ് വൈറ്റ്. ബ്ലൂ കളർ യൂറോപ്യൻ യൂണിയൻ്റെ. ബാക്കി പിന്നെ ഇവിടുത്തെ ഇതാണ് കേട്ടോ. അപ്പോൾ കളികളൊക്കെ തുടങ്ങട്ടെ, എന്നിട്ട് നമുക്കിവിടെ ഒരിക്കൽ കൂടെ വരാം. ഓക്കെ. Wiener Prater widmet der Meister eines seiner schönsten Lieder in Prater blühen wieder die Bäume. രസമുണ്ടല്ലേ? ആ എഴുതിയിരിക്കുന്ന ഞാൻ വായിച്ചത് ജർമ്മൻ ഭാഷയിലാണ് കേട്ടോ. ഉണ്ടോ? ഒരു മെയിൻ സെൻറ്ററാണ് ഈ പ്രാത്തർ. അണ്ടർഗ്രൗണ്ട് ട്രെയിൻ ഉണ്ട്. ഇത് പ്രാത്തറിൽ നിന്ന് ഇങ്ങനെ അണ്ടർഗ്രൗണ്ട് സ്റ്റേഷനിലേക്ക് ഇറങ്ങി വരുമ്പോൾ പിന്നെ ചോട്ടിലുള്ള കടകളാണ് കേട്ടോ. ഇതൊരു ചെറിയ എന്താ പറയുക, പോകാൻ വഴിയിൽ അണ്ടർഗ്രൗണ്ട് ട്രെയിനൊക്കെ പിടിക്കാൻ പോണ വഴിയൊക്കെയാണ്. അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഇങ്ങനെ കടകളും ഉണ്ട്, ചെറിയ കടകൾ. നമുക്ക് അത്യാവശ്യമുള്ള സാധനമൊക്കെ വിശക്കണോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രെഡ് കട അതുപോലൊക്കെ സാധനങ്ങളൊക്കെ അത്യാവശ്യം മേടിക്കാനുള്ളത്. ഓക്കെ. അപ്പോൾ അങ്ങനെ ഇവിടെ ഇങ്ങനെ ടിക്കറ്റ് എടുക്കാനുള്ള ഓട്ടോമാറ്റിക്കാണ് കേട്ടോ ഇവിടെ. ഇവിടെ നാട്ടിലെ പോലെ എന്താ പറയുക, കണ്ടക്ടറൊന്നുമില്ല. സോ അതുകൊണ്ട് ഇവിടെ ബസ്സിലോ ട്രെയിനിലോ എവിടെയായാലും കണ്ടക്ടേഴ്സ് ഒന്നും ഉണ്ടാവില്ല. ഔട്ട് ഓഫ് സ്റ്റേഷൻ പോകുന്ന സ്ഥലത്ത് മാത്രം ടിക്കറ്റ് ചെക്കിങ്ങിന് കണ്ടക്ടേഴ്സ് ഉണ്ടാവുള്ളൂ. സിറ്റിയുടെ ഉള്ളിൽ അധികം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഓട്ടോമാറ്റിലാണ് ടിക്കറ്റ്സ് എടുക്കേണ്ടത്. ഓക്കെ. ഇവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഏത് ഭാഷയിൽ വേണമെന്നുണ്ടെങ്കിൽ അതും കിട്ടും കേട്ടോ. 1 ഫാർട്ട് എന്ന് വെച്ചാൽ ഒരു ഡയറക്ഷനിൽ മാത്രം പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൈസ് എത്രയാണ്? 240 യൂറോ. ഓക്കെ. 1 പ്രൈസ്. ഇതിപ്പോൾ 1, 2, 3 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എത്ര വൺസാൾ ഫാർക്കാട്ട് എന്ന് പറഞ്ഞാൽ എത്ര പേരൊക്കെയാണ് പോണത് ഒരു ഡയറക്ഷനിൽ മാത്രം പോകാൻ. ഓക്കെ. പിന്നെ ഇതിപ്പോൾ വോഹൻ കാർട്ട് എന്ന് പറഞ്ഞാൽ വീക്ക് കാർട്ടാണ്. വീക്ക് കാർട്ടിന് 17 യൂറോ 10 ഇതാണ് 17 യൂറോസാണ്. 17 യൂറോസ് 10 സെൻറ്റ്. ഓക്കെ. പിന്നെ മന്ത്ലി കാർഡ് എടുക്കണമെങ്കിൽ ഫുൾ പ്രൈസ് കൊടുക്കുകയാണെങ്കിൽ 51 യൂറോസ് ഒരു മാസത്തേക്കുള്ള കാർഡ്. അപ്പോൾ അങ്ങനെ കാർഡ് എടുത്തിട്ട് നമുക്ക് പോകണം. ഓക്കെ. പിന്നെ ഇടയിൽ ഇവർ എന്താ പറയുക, ചെക്കപ്പ് കൺട്രോളിന് വല്ലപ്പോഴൊക്കെ വന്നാലായി, അത്രയേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഇങ്ങനെയൊക്കെയാണ് ടിക്കറ്റ്സ് എടുത്ത് പോകുക വിയനയുടെ ഉള്ളിൽ. ഓക്കെ. ഔട്ട്സൈഡിൽ പിന്നെയും കണ്ടക്ടേഴ്സ് ഉണ്ട് കേട്ടോ. ഇവിടെ നാട്ടിലെ പോലെ കണ്ടക്ടേഴ്സ് ഒന്നും ഇവിടെ ഒരു ഇതിലും ഉണ്ടാവില്ല. സിറ്റിയുടെ ഉള്ളിൽ എവിടെയും ഉണ്ടാവില്ല. ഓക്കെ. രസമല്ലേ? അങ്ങനെ വാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. പിന്നെ ഗാർഡൻ ഏപ്രിൽ മാസത്തിൽ എന്തൊക്കെയാണ് വിത്തുകൾ നടേണ്ടതും പിന്നെ കുറച്ച് ഗാർഡൻ അപ്ഡേറ്റ്സും അതും കൂടെ കാണിച്ചു തരാം കേട്ടോ. നല്ല കാറ്റ് വീശാൻ തുടങ്ങി. തണുപ്പുണ്ട് കേട്ടോ, അത്യാവശ്യം തണുപ്പുണ്ട്. ഇപ്പോൾ നല്ല കാറ്റുണ്ട്. അപ്പുറത്ത് കണ്ടോ സാലഡ്സ് ഇട്ട് വെച്ചിട്ടുണ്ട്, കണ്ടോ? സാലഡ്സ് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അടിപൊളിയല്ലേ?
സോ ഇതൊക്കെ നമുക്ക് വീട്ടിൽ ഇട്ട് വെക്കാൻ പറ്റുന്ന സമ്മർ വെജിറ്റബിൾസ് കേട്ടോ. ഓക്കെ, സമ്മർ വെജിറ്റബിൾസ്. ഓക്കെ, ഇതൊക്കെ സമ്മർ വെജിറ്റബിൾസ് ആണ്. ഞാൻ ഇപ്രാവശ്യം ഇത് പുതിയതായിട്ട് ട്രൈ ചെയ്യാം. മെക്സിക്കൻ സ്മോൾ വെള്ളരിയാണത്. മിനി ഗൂർക്ക എന്ന് പറഞ്ഞാൽ സ്മോൾ വെള്ളരി. ഓക്കെ, അത്. പിന്നെ ഇത് സുക്കീനി, യെല്ലോ കളർ സുക്കീനി. ഇതും പുതിയതായിട്ട് ട്രൈ ചെയ്യാണ് ഇപ്രാവശ്യം. ഒക്കെ ഞാൻ വിത്തിട്ട് വെച്ചു കേട്ടോ, ഇന്നലെ ഇട്ട് വെച്ചതാണ്. പിന്നെ അതാ ചോളം, മൈസ്. പിന്നെ ഇവിടെ മല്ലിയില. ഇതൊക്കെ ഇവിടെ കടയിൽ വിത്തുകൾ കിട്ടുന്നുണ്ട് കേട്ടോ. ഇവിടെ ഉള്ളവർക്ക് വേണ്ടി പറയുകയാണ്, അതായത് വിയന്നയിൽ ഓസ്ട്രേലിയയിലുള്ളവർക്ക് വേണ്ടി പറയുകയാണ്. ഇതൊക്കെ ഇവിടെ വിത്തുകൾ കിട്ടുന്നുണ്ട് കടയിൽ. പിന്നെ ഇതൊക്കെ ഈ വിത്തുകൾ വീട്ടിൻ്റെ ഉള്ളിൽ ഇടേണ്ട കാര്യമൊക്കെ ഞാൻ പറയണത് തണുപ്പ് ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ 10 ഡിഗ്രീസ് 10-12 ഡിഗ്രീസ് ഒക്കെ ഉള്ളൂ. ഇപ്പോൾ ഇതൊന്നും പുറത്തിടാൻ പറ്റില്ല. മല്ലിയിലൊക്കെ ഇടാം കേട്ടോ, മല്ലിയൊക്കെ ഇപ്പോൾ ഇടാം. ഓക്കെ, അതുകൊണ്ടോ അതിൽ എഴുതിയിട്ടുണ്ട് ഏപ്രിൽ തൊട്ടിട്ട് നമുക്ക് ഇടാൻ പറ്റും. അപ്പോൾ മല്ലിയൊക്കെ പുറത്തിടാം. പക്ഷേ ഈ മൈസ്, ചുക്കീനി, ഗൂർക്കൻ ഇതൊക്കെ നമുക്ക് വീട്ടിൻ്റെ ഉള്ളിൽ ഇടണം. അതേപോലെ തന്നെ ഈ ചുക്കീനി ഇപ്രാവശ്യം ഈ വെള്ളരി, നീള വെള്ളരിയാണിത്. ഓക്കെ, പിന്നെ ഇത് മൊച്ച അമര. ഓക്കെ, അത് വെണ്ട. ഇതൊക്കെ ഞാൻ വീട്ടിൽ വിത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നാട്ടിലെ വിത്താണ് കേട്ടോ. പംകിൻ. പിന്നെ എൻ്റെ കഴിഞ്ഞ കൊല്ലത്തെ ഞാൻ വിത്ത് എടുത്തു വെച്ചതാണ്, പാവയ്ക്കയുടെ വിത്ത്. പിന്നെ ഇത് കുറ്റിപ്പയർ. ഇതൊക്കെ ഇപ്പം നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ നട്ടു വെക്കണം കേട്ടോ. പിന്നെ ഞാൻ പടവലം, കൊത്തമരക്കയും കൂടെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ ഇപ്പോൾ സമ്മർ വെജിറ്റബിൾസ് ആയിട്ട് നമുക്കിവിടെ വീട്ടിൻ്റെ ഉള്ളിൽ നട്ടു വെക്കേണ്ടതാണ്. ഓക്കെ, വേണ്ടോ മല്ലിയുടെ കൊറിയാണ്ടർ വിത്ത് ഞാൻ ഓൾറെഡി ഇട്ട് വെച്ചതാണ്. ഇത്രത്തോളമൊക്കെ ആയിട്ടുണ്ട്. കൊറിയാണ്ടറൊക്കെ ഇപ്പോഴൊക്കെ വരുന്നുണ്ട് കേട്ടോ, സൂപ്പറായിട്ട് വരുന്നുണ്ട്. ഇത് പിന്നെ മാർച്ചിലൊക്കെ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം. ഇത് മാർച്ചിൽ ഞാൻ ഇട്ട് വെച്ച റാഡിഷാണ്, മുള്ളങ്കി. ഓക്കെ, പിന്നെ ഇത് ഉള്ളിത്തണ്ടില്ലേ, റീഗ്രോയിങ് ആണത്. ഉള്ളിത്തണ്ട് നമ്മൾ ഇതുപോലെ മേടിച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ വേര് ഭാഗം കട്ട് ചെയ്ത് ഇടുകയാണെങ്കിൽ അത് പിന്നെയും മുളച്ച് വരും. അങ്ങനെ വന്നതാണിത്. ഓക്കെ, ഇത്രത്തോളം ആയിട്ടുണ്ട്. പിന്നെ ഇപ്രാവശ്യം ഞാൻ പുതിയതായിട്ട് മേടിച്ചിട്ടുണ്ട് കേട്ടോ, മൺപുഴു വളം. ഇത് പിന്നെ നൂൽക്കോൾ ടേണിപ്പ്, അത് ഇത്രത്തോളം ആയിട്ടുണ്ട്, ആവണേ ഉള്ളൂ. പിന്നെ മാർച്ചിൽ ഞാൻ വിത്തിട്ട് വെച്ചിരുന്ന ക്യാരറ്റൊക്കെ മുളച്ചു കേട്ടോ. കണ്ടോ, ഇതൊക്കെ ക്യാരറ്റാണ്. പിന്നെ കഴിഞ്ഞ കൊല്ലം നട്ടുപിടിപ്പിച്ച, ഞാൻ വിചാരിച്ചു ഇത് വരില്ല എന്ന് വിചാരിച്ചു, വന്നു കേട്ടോ. പാലക് ചീര, അതൊക്കെ മുളച്ച് വന്നിട്ടുണ്ട്. സൂപ്പറല്ലേ. ഉരുളൻകിഴങ്ങ്, ഇത് ഉരുളൻകിഴങ്ങാണ്, കഴിഞ്ഞ കൊല്ലം നട്ട് വെച്ചതാണ് ഉരുളൻകിഴങ്ങ്. സാലഡ് അല്ല അപ്പുറത്ത്. പിന്നെ അതാ വെളുത്തുള്ളി, പുതിന. പിന്നെ ഇവിടെ ഒരു സ്ട്രോബെറി ചെറുതായിട്ട് വരുന്നുണ്ട്, ഉണ്ടോ സ്ട്രോബെറി? സൂപ്പറല്ലേ. ഇപ്പുറത്ത് കുറച്ച് മുമ്പ് ഇപ്പം നമുക്ക് ഇതും കൂടെ പുറത്ത് ഇടാം കേട്ടോ. പുറത്ത് ഇടാൻ പറ്റുന്നത് ഈ പട്ടാണിയാണിത്. പട്ടാണി വിത്തിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ 2 ദിവസം മുമ്പ് ഇട്ടതാണ്, അല്ല ഒരാഴ്ച മുമ്പ് ഇട്ടതാണത് പട്ടാണി. പിന്നെ ഈ ചീരകളൊക്കെ നമുക്ക് ഇപ്പോൾ വിത്തിടാം കേട്ടോ. നാട്ടിലത്തെ ആണെങ്കിൽ ഇടാൻ പറ്റും. ഇവിടെ ഉള്ള തണുപ്പ് രാജ്യങ്ങൾക്ക് വേണ്ടി ഉള്ളവർക്ക് വേണ്ടി പറയുകയാണ് ചീര. ഓക്കെ, അത്. പിന്നെ അതേപോലെ തന്നെ മാങ്കോൾഡ്, സ്വിസ് ചാട്ട് എന്ന് പറഞ്ഞ ചീര, അതൊക്കെ ഇപ്പോൾ പുറത്തിടാൻ പറ്റും കേട്ടോ. ഓക്കെ, അങ്ങനെ ഞാൻ വിത്ത് ഇട്ട് വെച്ചതാണ് ഇതൊക്കെ പിന്നെ ഞാൻ റാഡിഷൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇതൊക്കെ ഞാൻ മാർച്ചിലൊക്കെ ഇട്ടതാണ്. അതൊക്കെ എത്രത്തോളം ആയിട്ടുണ്ട്. ഇത് പിന്നെ സൺഫ്ലവർ തന്നെത്താനെ മുളച്ച് വന്നതാണ് കേട്ടോ.
ഇവിടെ ഏതോ പക്ഷികൾ കൊണ്ടുവന്ന് വിത്ത് ഇട്ട് വെച്ച് തന്നെത്താനും മുളച്ച് വന്നതാണ്. സൂപ്പറല്ലേ? ഈ കുഞ്ഞു കുഞ്ഞു ക്യാബേജില്ലേ, അതൊക്കെ ദാ അതിൻ്റെ പൂക്കൾ എന്ത് ഭംഗിയല്ലേ കാണാൻ. അതിൻ്റെ ഒക്കെ വിത്ത് വരാറായിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് അതിൻ്റെ ഇത് മൊത്തം ഇതായി. അതിൻ്റെ നിന്ന് വിത്ത് വെളുത്ത കളറിൽ വിത്ത് കിട്ടുന്നുണ്ട്, വെള്ള കളറിൽ. യാ അങ്ങനെ. പിന്നെ അതാ പൂക്കളൊക്കെ വെച്ചത് ഇത്രത്തോളം ആയിട്ടുണ്ട്. പൂക്കളുടെ ചെടിയൊക്കെ ഇത്രത്തോളം ആയിട്ടുണ്ട്. ആവണേ ഉള്ളൂ, തണുപ്പല്ലേ, എപ്പോഴും മാറിയിട്ടില്ലല്ലോ. ഇത് പിന്നെ നമ്മുടെ കുഞ്ഞുള്ളി നടുക്കലുണ്ട്. 2 സൈഡിലും വെളുത്തുള്ളിയും ഉണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഞാൻ പട്ടാണി ഗ്രീൻ പീസ് ഇട്ട് വെച്ചത് മുളച്ച് വന്നിട്ടുണ്ട്. സൂപ്പറല്ലേ? ഇത് പിന്നെ ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞില്ലേ, ഒരു പുഫ് ബോൺ എന്ന് പറഞ്ഞിട്ട്, ഒരു ബീൻസിൻ്റെ വക പുഫ് ബോൺ എന്ന് പറഞ്ഞിട്ട്, അത് ഇത്രത്തോളം ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ. പിന്നെ നമ്മുടെ നാടൻ കുഞ്ഞു ചീര, റെഡ് ചീര ഞാൻ ഓൾറെഡി ഇട്ടതാണ്. എനിക്ക് എന്ത് ഇഷ്ടമായി എന്നറിയോ, കുഞ്ഞു കുഞ്ഞു റെഡ് ചീര. കണ്ട റെഡ് ചീര സൂപ്പറല്ലേ? മുളച്ചു എല്ലാം കൂടെ. അങ്ങനെയൊക്കെ പോകണം. ഇപ്പോൾ ബ്രോക്കോളിയൊക്കെ സീസണൊക്കെ കഴിഞ്ഞു. ബ്രോക്കോളിയുടെ ഒക്കെ പൂക്കൾ വന്ന് വിത്ത് വരാറായി. ബ്രോക്കോളി അതായത് തണുപ്പ് സമയത്ത് വരാൻ പറ്റുന്ന അതിൻ്റെ ഒക്കെ കാലാവധിയൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് എല്ലാം പൂക്കളും വിത്തൊക്കെ വരാൻ തുടങ്ങിയതോ. ഇവിടെ ഈ സൈഡിലൊക്കെ ഞാനിപ്പോൾ എല്ലാ സൈഡും ഏപ്രിൽ മാസത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ, അതുകൊണ്ട് ഞാൻ പട്ടാണിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് എല്ലാ സൈഡിലും. പിന്നെ ഇവിടെയൊക്കെ കുറേ പൂക്കളുടെ വിത്ത് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കുഞ്ഞു കുഞ്ഞായിട്ട് നിൽക്കുന്നുണ്ട്. അന്ന് കാണിച്ചില്ലേ, ബീൻ ആൻഡ് ഗ്ലുക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലൂ കളർ അതിൻ്റെ വിത്ത് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെയൊക്കെ. അതൊക്കെ എത്രത്തോളം ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ. പിന്നെ ഇതൊക്കെ റാഡിഷാണ്. ഇതൊക്കെ മാർച്ചിൽ ഇട്ടത് റാഡിഷ്, മുള്ളങ്കി. ഇത് വെള്ള മുള്ളങ്കി, റെഡ് മുള്ളങ്കി എല്ലാം കൂടെ ഇട്ടിട്ടുണ്ട് ഞാൻ. അങ്ങനത്തെ ഇപ്പോൾ തണുപ്പല്ലേ, അതുകൊണ്ട് തന്നെ ഈ ചെടികളൊന്നും, ഈ ചൂട് ആവശ്യമുള്ള ചെടികളൊന്നും നമുക്ക് പുറത്ത് വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ ഞാൻ ഫെബ്രുവരിയിൽ ഇട്ട് വെച്ച തക്കാളി തൈയൊക്കെ ഞാൻ മാറ്റി നട്ടു കേട്ടോ. അവർക്ക് വളരെ സ്പേസ് വേണമല്ലോ, അതുകൊണ്ട് മാറ്റി നട്ടു. എന്നിട്ടും കുറേ തക്കാളി തൈകൾ ഇങ്ങനെ ഉണ്ട്. ഫ്രണ്ട്സ് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ കൊടുക്കണം. പിന്നെ ഇതാ വഴുതന മാറ്റി വെച്ചിട്ടുണ്ട്. വഴുതൻ്റെ ഇതൊക്കെ എത്രത്തോളം ആയിട്ടുണ്ട്. ഇങ്ങനെ ബഞ്ചായിട്ടിരിക്കുമ്പോൾ അവർക്ക് വളരാൻ സ്ഥലമില്ല വെച്ചിട്ട് ഞാൻ കുറേ മാറ്റി വെച്ചതാണ്. പിന്നെ ഓരോന്നിൻ്റെയും ഇതിൽ എഴുതിയിട്ടുണ്ട് ഞാൻ കേട്ടോ. സുക്കീനി ഞാൻ കാണിച്ചില്ലേ, അതൊക്കെ ഞാൻ 2 ദിവസം മുമ്പ് ഞാൻ എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. സുക്കീനി, പടവലം, ഗൂർക്കൻ, കണ്ടോ ഗൂർക്കൻ, അതായത് വെള്ളരി, പിന്നെ ഇത് പംകിൻ, ഇന്ത്യൻ ക്യൂർബീസ് എന്ന് എഴുതിയിട്ടുണ്ട്, പംകിന്. പിന്നെ അപ്പുറത്ത് കണ്ടു, കഴിഞ്ഞ കൊല്ലം ജനുവരിയിൽ ഇട്ടതാണ് നമ്മുടെ കൂർക്ക. എത്രത്തോളം ആയിട്ടുണ്ട്, സൂപ്പറല്ലേ കൂർക്ക. ഇത് പിന്നെ ഇഞ്ചി. ഓക്കെ. ഇനി ഇപ്പുറത്തതാ ചീനിത്തൈ, അതായത് നമ്മുടെ കാന്താരി മുളക് കുറേ വെച്ചത് ഇങ്ങനെ. പിന്നെ തനിയെ സെപ്പറേറ്റിൽ ഒരു ഇതിൽ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കാന്താരി മുളകാണ്. പിന്നെ ഈ പോട്ട്സിനെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഇതൊരു പേപ്പർ കാർഡ്ബോർഡ് പോട്ട്സാണ്. ഇതോടുകൂടെ നമുക്ക് അങ്ങനെ ഇത് വളർന്നു വരുമ്പോൾ നമുക്കിത് അങ്ങനെ തന്നെ നമുക്ക് ചട്ടിയിൽ എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതിൽ ഞാൻ ഒന്നിൻ്റെ വിത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. 2 ദിവസം മുമ്പ് ഇട്ടതാണ്. കൊത്തമരയ്ക്ക, പിന്നെ മൊച്ചപ്പയർ, അങ്ങനെ ഓരോന്നിൻ്റെയും വിത്തിട്ട് വെച്ചിട്ടുണ്ട്. പടവലം, അങ്ങനെ ഓരോന്നിൻ്റെയും വിത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വീട്ടിൻ്റെ ഉള്ളിൽ വെക്കണം ഇപ്പോൾ. പിന്നെ ഇപ്രാവശ്യം ഞാനൊരു പുതിയ തൈ മേടിച്ചു. ഹൈബിസ്കസ് അല്ല, ഹിംബേർ എന്ന് പറഞ്ഞാൽ റാസ്ബെറി. പിന്നെ ഇത് വന്നിട്ട് ബ്രോംബെർ. ഈ സ്ട്രോബെറി പോലെ തന്നെ വേറെ ഒരു ഇത് ബ്രോംബെറും റാസ്ബെറിയും കൂടെ ഞാൻ മേടിച്ചു. ഓക്കെ, അതിനി സമ്മറായിട്ട് വേണം പുറത്ത് വയ്ക്കാൻ. അങ്ങനെ ഓക്കെ. അങ്ങനെ എൻ്റെ ജനലിൻ്റെ ഉള്ളിൽ നിന്ന് ഉള്ള ബ്ലിക്കാണ്.
ഓക്കെ ഡിയസ്, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണു. എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് അങ്ങനെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻസൊക്കെ പറയുക. ഓക്കെ, അപ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോസ് ഇടാനൊക്കെ ആയിട്ട് ഒരു മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ. ഓക്കെ ഡിയസ്, ഹാവ് എ നൈസ് ഡേ. ഓക്കെ, ബൈ.